ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഫെബി വേൾഡിന്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് ചോദിച്ചാല് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറേ പേരല്ല, കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, അലോവേറിനെ കുറിച്ചിട്ടാണ്. താത്ത അലോവേറ തേച്ചാല് കുരുക്കൾ വരികയാണ്, അതുപോലെ തന്നെ അലർജിയാണ്, അതുപോലെ കിട്ടാനില്ല, അതുപോലെ ഇത് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടിന്ന് നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, സ്റ്റോർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്നൊക്കെ. മിക്ക വീട്ടിലും ഉള്ള ഒരു സാധനം കൂടിയാണ് ഒരു അലോവേര. എല്ലാ വീട്ടിലും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഈ അലോവേര നട്ടു വളർത്താൻ ശ്രമിക്കാറ്. ഇതിന് പറ്റാത്ത ചില ആൾക്കാരുണ്ടാവില്ല, ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവര്, അങ്ങനെ കുറച്ച് അലോവേര കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. കാരണം നമുക്ക് അലോവേര നാച്ചുറൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന അലോവേര നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ജെൽ രൂപത്തിലാക്കി എടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മളുടെ അലോവേര ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ അലോവേര. അപ്പോൾ ഇതിന് മൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് പൂവിടുന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ് സംഭവം. അലോവേരയ്ക്ക് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ലീഫാണ് കേട്ടോ, നല്ല ജെല്ലി ഇതുള്ളൊരു ലീഫാണ്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ ലീഫ് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഒരു യെല്ലോ കളറ് ദ്രാവകം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഈ ദ്രാവകം ഒന്ന് ഒഴിച്ച് കളയാനായിട്ട് ഒരു മണിക്കൂർ ഒന്ന് നമ്മൾ ഒരിടത്ത് ഒന്ന് ചാരി വെക്കണം കേട്ടോ. ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരിടത്തൊന്ന് ചാരി വെക്കണം. പലരും പറയാറുണ്ട് ഈ അലോവേര അലർജിയാണ്, ഇത് അപ്ലൈ ചെയ്താൽ കുരു വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഫസ്റ്റ് ടൈം ഈ അലോവേര തേച്ചുറങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, കുരു ഒക്കെ വന്നിരുന്നു കേട്ടോ. പിമ്പിൾസ് ചെറിയ തരി പോലെയുള്ള പിമ്പിൾസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഈ യെല്ലോ കളർ ദ്രാവകം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളുടെ സ്കിന്നിലായാലും നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ വരും. കാരണം അത് അലോവേര ജെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആ ദ്രാവകം നമുക്ക് സ്കിന്നിൽ പറ്റില്ല, അത് നമുക്ക് കേടാണ്, അത് വിഷമാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി ഇങ്ങനെ ഒരു മണിക്കൂർ ചാരി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് അലർജി ഉണ്ട് എന്ന് പറഞ്ഞവരൊക്കെ അങ്ങനെയൊന്ന് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഒരു മണിക്കൂർ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നോക്കിയപ്പോൾ ഇത്രയും യെല്ലോ ദ്രാവകം ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കിന്നിൽ അലർജിയാണ്, പലർക്കും അലർജിയാണെന്ന് പറയാൻ കാരണം ഈ ഒരു യെല്ലോ ദ്രാവകമാണ്. അപ്പോൾ നമ്മൾ അലോവേര അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇത് കളഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഇനി ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയ ഈ അലോവേരയെ നമുക്ക് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ജെൽ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ അലോവേര മുറിച്ച് കഷ്ണങ്ങളാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ മുള്ള് പോലെ നിൽക്കുന്നത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നമുക്കിതിൻ്റെ ജെല്ല് ഇതുപോലെ ഇതിന്ന് അടർത്തി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം ഒന്ന് അടർത്തി മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ നമ്മളുടെ ജെല്ലൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇതിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നോക്കുമ്പോൾ കാണുന്നുണ്ട് ചെറിയ പച്ച കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ നമുക്ക് ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് അത് മാറ്റിക്കളയണം. നമുക്കതിൻ്റെ ആവശ്യമില്ല, അത് ഇതിൽ ഉൾപ്പെടരുത് കേട്ടോ. നമ്മൾ ജെല്ലാക്കി മാറ്റുമ്പോൾ ആ പച്ച കളറിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്.
ഇനി ഇതാ ഞാൻ ഇതുപോലെ 2 പാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഈ നമ്മൾ കുറേ നേരം ചാരി വെച്ച് ദ്രാവകം കളഞ്ഞെങ്കിലും ഒരു പ്രാവശ്യം കഴുകിയെങ്കിലും എന്നാലും ഇതിൽ ആ ദ്രാവകം പിന്നെയും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോഴും അതിൽ ആ പച്ച കളറുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് തൃപ്തിക്കനുസരിച്ച് നമുക്ക് എത്ര പ്രാവശ്യമാണോ കഴുകേണ്ടതെന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കൊഴുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയിക്കോട്ടെ, സാരില്ല. എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ജെല്ലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഒരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ജെല്ല് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേടുവരുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് എടുത്തത് മാത്രം. ഇനി അതിലേക്ക് നമ്മൾ അരിപ്പ വെച്ചിട്ട് ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അലോവേര ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, നമുക്ക് തരികളൊന്നും പാടില്ല, അതിന് അങ്ങനെ കിട്ടാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജെല്ലിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഈ പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ജ്യൂസാണ് കേട്ടോ എനിക്ക് ഈ ഒരു തണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള അലവേരയ്ക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്കിത് നല്ല തിക്കായിട്ടുള്ള ജെല്ലുള്ള അലവേര തന്നെയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാനിതിനെ ഒന്ന് ജ്യൂസാക്കി എടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ ജലാറ്റിനാണ് കേട്ടോ. നമുക്കിതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ ഇത്. സ്കിന്നിനും നമ്മൾ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ജലാറ്റിന് സ്കിന്നിന് ദോഷമൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണ് ഇതുപോലെ ജലാറ്റിൻ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ജലാറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 55 രൂപയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിതുകൊണ്ട് വേറെയും പീൽ ഓഫ് മാസ്ക് പോലെയുള്ള പല സംഭവങ്ങളും ഈ ഒരു ജലാറ്റിൻ കൊണ്ട് ഉണ്ടാക്കാം. അത് ഇൻഷാല്ലാ ഞാൻ മുന്നിലിടുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ജെല്ല് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്യുന്ന ജെല്ലിൻ്റെ ഒഴിഞ്ഞ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ മൂടി ഉറപ്പുള്ള ഒരു കുപ്പിക്ക് ഈ ജെല്ല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്, ഇവയോണ്ട് ഒരു ക്യാപ്സ്യൂളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ക്യാപ്സ്യൂള് നല്ല ബെനിഫിറ്റാണ് സ്കിന്നിന് തരുന്നത്. നമ്മളുടെ ചെറിയ കുത്തുകളും ഫ്രെക്കിൾസൊക്കെ പോകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. അപ്പോൾ അത് ഞാൻ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഉണ്ടെങ്കിൽ ജെല്ലിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഡ്രോപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ലെമൺ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ ഒരു മരത്തിൻ്റെ തടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ തന്നെ ഇതിനെ ഫ്രീസ് ചെയ്യണം. നമുക്കൊരു 2-3 മണിക്കൂർ ഇതിനൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ജെല്ലിൻ്റെ രൂപത്തിൽ ഇത് നല്ല തിക്കായിട്ട് തന്നെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതിനൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കട്ടെ. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ജെല്ല്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെ കട്ടയായിട്ട് തന്നെയാണ് കിട്ടുക. ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫേസിൽ. ആദ്യം ഇതുപോലെ എടുക്കുക. കണ്ടോ, കാണുന്നുണ്ടോ? ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്യാം. നമുക്ക് നമ്മളെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മളെ കൈയും ക്ലീൻ ആയിട്ട് എടുക്കണം. എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയും മുഖവും എപ്പോഴും ക്ലീൻ ആക്കി തന്നെ ഇരിക്കണം. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഐലൈനർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യട്ടെ ഇത്.
അപ്പൊ നമുക്കിത് തേച്ച് 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും കേട്ടോ. നമ്മള് കടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ജെല്ല് ഉപയോഗിക്കുന്നത് അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ. അതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണുണ്ട്, എന്നിട്ട് അഭിപ്രായം കമന്റിൽ പറയണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അലർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഫേസിൽ നേരെ കൊണ്ടുപോയിട്ട് ഇടരുത് കേട്ടോ. എന്തായാലും ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യണം. എല്ലാവരുടെ സ്കിന്നും പല ടൈപ്പ് ആയിരിക്കും, അതാരും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കാണ് കേട്ടോ. അപ്പൊ ഇനി വേറൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.